ഹലോ, നമസ്കാരം. ഞാൻ ഭദ്ര. നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ ഒരു പ്രസ്താവനയാണ് ഈ കാണുന്നത്. 500 ബസ്സുകൾ കുട്ടപ്പനാക്കിയിട്ടിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകൾ സമരം ചെയ്ത KSRTCയുടെ മുഴുവൻ ബസ്സുകളും റോഡിലിറങ്ങും. ഇതായിരുന്നു ഇന്ന് നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ ഒരു പ്രസ്താവന. സത്യം പറഞ്ഞാൽ ഇത് ഒരുപാട് വർഷങ്ങളും മുമ്പേ ഞാൻ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു. ഞാനെന്നല്ല, എന്നെ പോലെയുള്ള സാധാരണ വീട്ടമ്മമാരൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഈ സ്വകാര്യ ബസ്സുകൾ എന്നും പണിമുടക്കുമ്പോൾ എന്തുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇഷ്ടം പോലെ KSRTC ഉണ്ട്. എല്ലാ ഡിപ്പോയിലും ആവശ്യം പോലെ KSRTC കട്ടപ്പുറത്തിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പുതിയ പുതിയ ബസ്സുകൾ വർഷം തോറും ഇഷ്ടം പോലെ KSRTC വാങ്ങി ഇറക്കുന്നുണ്ട്. ഈ ബസ്സുകളൊക്കെ എന്തുകൊണ്ട് നമ്മുടെ നിരത്തിൽ ഈ സ്വകാര്യ ബസ്സുകൾ ഓടുന്ന അതേ റൂട്ടിൽ എന്തുകൊണ്ട് ഓടിക്കൂടാ? ഈ വർഷം ഒരു സ്വകാര്യ ബസ് വാങ്ങിയാൽ അടുത്ത വർഷം അവരൊരു 4 ബസ് പുതിയത് വാങ്ങും. കാരണം അത്രയ്ക്കും അവർക്ക് അതിൽ ഓട്ടം കിട്ടും, അല്ലെങ്കിൽ ആളിനെ കിട്ടും. അപ്പൊ അവര് പുതിയ വണ്ടി. നമ്മുടെ KSRTC എന്നും നഷ്ടത്തില്, എന്നും നഷ്ടത്തില്, എന്നും നഷ്ടത്തില്. എന്തുകൊണ്ടാണ് നഷ്ടം വരുന്നതെന്ന് വെച്ചാൽ, KSRTCക്ക് വരുമാനം ഇല്ലാത്തത് കൊണ്ടല്ല നഷ്ടം വരുന്നത്. പക്ഷെ ആ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു നമ്മുടെ കണ്ടക്ടർ ആയാലും ഡ്രൈവർ ആയാലും ആവശ്യം പോലെ വരുമാനം KSRTCക്ക് വരും. പക്ഷെ നമ്മുടെ ഇത് ഒരു ഗവൺമെന്റ് സ്ഥാപനം ആയതുകൊണ്ട് ജോലി ചെയ്താലും ഇല്ലെങ്കിലും ശമ്പളം കിട്ടും എന്നുള്ള ഒരു ഇതിലെ ഉദ്യോഗാർത്ഥികൾ കൊണ്ട് ശമ്പളം കിട്ടും. നമ്മളിപ്പോ എവിടെങ്കിലും നിർത്തി ആളിനെ എടുത്താലും നമുക്ക് ശമ്പളം കിട്ടും, എടുത്തില്ലെങ്കിലും നമ്മൾ ആരും ഇല്ലാതെ ഓടിയാലും ശമ്പളം കിട്ടും. ഒരു ദിവസം ഞാൻ ഇതുപോലെ ഒരു പ്രൈവറ്റ് ബസ്സിൽ KSRTC ബസ്സിൽ വരികയാണ്. അപ്പൊ എന്റെ തൊട്ട് ഫ്രണ്ടിൽ പോകുന്ന സ്വകാര്യ ബസ്സിൽ എനിക്ക് കയറുകയും വേണം. കാരണം കുറച്ചു ദൂരെ ഈ KSRTC ഉള്ളൂ. പക്ഷെ ഞാൻ അതിലിരിക്കുമ്പോൾ ഈ എന്റെ തൊട്ട് ഫ്രണ്ടിൽ പോകുന്ന ആ സ്വകാര്യ ബസ് എവിടൊക്കെ നിർത്തുന്നോ അതിന്റെ ബാക്കിൽ ഈ ബസ് കൊണ്ട് നിർത്തും. ഇതിൽ ഒരാളും കയറാനും ഇല്ല. ആകെ 4-5 പേരുണ്ട് ആ ബസ് ഡിപ്പോയിൽ നിന്ന് എടുത്തിട്ട്. ആകെ 4-5 പേരുണ്ട്. ഈ സ്വകാര്യ ബസ്സിൽ ഫുൾ ആളുണ്ട്. അവര് പാഞ്ഞു പോയി ഏതെങ്കിലും ഒരു സ്റ്റോപ്പിൽ നിർത്തും, ആളിനെ ഇറക്കും, ആളിനെ കയറ്റും, വീണ്ടും ഓടും. ഈ ബാക്കിൽ വരുന്ന KSRTC ബസ് വളരെ സ്ലോയിൽ പോവുകയാണ്. ഈ ബസ് എവിടെങ്കിലും നിർത്തിയാൽ, പ്രൈവറ്റ് ബസ് എവിടെങ്കിലും നിർത്തിയാൽ അതിന്റെ ബാക്കിൽ കൊണ്ട് ഈ KSRTC നിർത്തും. ഞാൻ അപ്പോഴിങ്ങനെ വിചാരിച്ചു, ഇവർ തമ്മിൽ എന്തെങ്കിലും വല്ല ടൈപ്പ് ഉണ്ടോ? ഈ ആൾക്കാരെ മുഴുവൻ ഈ പ്രൈവറ്റ് ബസ്സുകാർക്ക് കൊടുത്തേക്കാന്ന് വല്ല ടൈപ്പ് ഈ KSRTC ഡ്രൈവർക്ക് ഉണ്ടോ എന്ന് സത്യത്തിൽ മനസ്സിൽ വിചാരിച്ച് ചോദിക്കണമെന്നുണ്ട്. നമുക്ക് ആ ഡ്രൈവറുടെ മനോഭാവം കാണുമ്പോൾ അങ്ങനെ തോന്നും. കാരണം ഇതിലെ ആള് കയറുകയൊന്നും വേണ്ട, ഉള്ളതൊക്കെ ആ പ്രൈവറ്റുകാരൻ കൊണ്ടുപൊക്കോട്ടെ എന്നുള്ളൊരു മനോഭാവത്തിലാണ് പല KSRTCയിലെ ഡ്രൈവർമാരും വണ്ടി ഓടിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കെന്നല്ല, ബസ്സിലിരിക്കുന്ന ഞാനിങ്ങനെ അടുത്തിരുന്നിടത്ത് സംസാരിക്കുകയും ചെയ്തു, ഇയാളത് എന്തുട്ടാ ഈ ബസ്സിൽ ആളൊന്നും വേണ്ടേ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പ്രൈവറ്റ് ബസ്സുകാർ ആളിനെ എടുത്തു പോകുന്നു, അവര് ഭയങ്കര ചീറി പാഞ്ഞ് അവര് പോകുന്നു. പക്ഷെ എന്റെ തൊട്ട് പുറകെ ഈ KSRTC അതുപോലെ മെന്നം പോവുകയാണ്. കാരണം ആള് മറ്റവർക്ക് കിട്ടിക്കോട്ടെ. അങ്ങനെ ഇഷ്ടം പോലെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബസ് മേഖലയാണ് നമ്മുടെ KSRTC. പക്ഷെ എന്ത് ചെയ്യാൻ, അതിലെ സ്റ്റാഫുകൾ തന്നെയാണ് അത് നശിപ്പിക്കുന്നത്. ഇന്നിപ്പോ മന്ത്രി പറഞ്ഞ ഒരു കാര്യം അത് പ്രാവർത്തികമാക്കാമെങ്കിൽ ഏറ്റവും കൂടുതൽ അതിനെ അനുകൂലിക്കുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മന്ത്രി പറഞ്ഞത് പ്രാവർത്തികമാക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു.